സോഷ്യൽ മീഡിയയിൽ നല്ല നല്ല സിനിമകളുടെ റിവ്യൂ ഇട്ട് നശിപ്പിക്കും. നാട്ടുകാരെ തെറിവിളി കേൾക്കണോണ്ട് അവന് നാണക്കേടൊന്നുമില്ല. പക്ഷെ അവന്റെ അമ്മ അച്ഛനായ ഞങ്ങൾക്ക് തെറിവിളി കേൾക്കുമ്പോ ഞങ്ങൾക്ക് അത് സഹിക്കോ? മോൾക്കറിയോ അവന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചതെന്ന്? എങ്ങനാ? ഈ ലോകത്തിൽ ആദ്യമായിട്ട് ഒരാൾ തുമ്മി തുമ്മി മരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവന്റെ അച്ഛനാ. അത്രയ്ക്ക് ഇന്റർനാഷണൽ തെറിവിളി കേട്ടാ അങ്ങേര് പോയത്. അമ്മ വിഷമിക്കണ്ട, ശ്രീയേട്ടന്റെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം. ഉറപ്പാണല്ലോ? ഉറപ്പാ. കെട്ടിയെടുത്തവന്റെ അല്ല, കെട്ടിയവന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഒരു ഭാര്യയുടെ കടമയല്ലേ അമ്മേ? അമ്മ അടുക്കളയിലോട്ട് ചെല്ല്. ശരി മോളെ. ശരി അമ്മേ. ചുരുക്കം പറഞ്ഞാ ഞാൻ കേട്ടത് സൈക്കോയായ ഒരു ചെകുത്താനെയാ. സുരഭിലയാമങ്ങളെ മടിയിലുറാൻ പൂവിനെത്ത മധുവിധുരാവുകളെ സുരഭിലയാമങ്ങളെ മടിയിലൊരാൻ പൂവിനെത്ത. മോളെ എന്താച്ചാ? അച്ഛനോ? അല്ല, വീട്ടിൽ അച്ഛൻ എന്നെ ഇങ്ങനെ വിളിക്കുന്ന അതുകൊണ്ടാ. ഡോണ്ട് റിപ്പീറ്റ് റിവേഴ്സ് റിവേഴ്സ്. മോളുസേ എന്താ ഒന്നും മിണ്ടാത്തെ? നാണമാണോ? എനിക്ക് നാണമൊന്നുമില്ല. അത് ശരി. അപ്പൊ നാണമേലത്തെ പെണ്ണിനെ എനിക്ക് കെട്ടിയേക്കുന്നത്. ചേട്ടൻ ഇതുവരെ എവിടെ ആയിരുന്നു? ഞാനേ പൂച്ചയെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി പോയതാ. പൂച്ചയൊക്കെ പാട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? പിന്നില്ലേ, ഒരു പൂച്ച ഇങ്ങോട്ട് എടുക്കുക, വായ അടിച്ചു തുറക്കുക, ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കർ അണ്ണാക്കിലേക്ക് തിരുവിട്ട് ഫോണെ പാട്ടിട്ടാലേ പൂച്ച നല്ല ഏത് പട്ടിയും പാടും. ചേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യോ? ഇങ്ങനെയൊക്കെ ചെയ്യുമോന്ന് കഴിഞ്ഞ കർക്കടവാവിന് ബലിച്ചോറിന്റെ അപ്പുറം മട്ടൻ ബിരിയാണി കൊണ്ടുവച്ച് കാക്കെ പോലും കൺഫ്യൂഷൻ ആക്കിയാണ് ഞാൻ. ഇത് ഒരു ട്രാൻസ്ഫോമറിന്റെ കറണ്ട് പോരാതെ വരും ഇതിനെയൊക്കെ നേരെ ആക്കണമെങ്കിൽ. എന്നിട്ട് എന്റെ കുന്തളപ്പ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ നേരെ സോഷ്യൽ മീഡിയ കയറി കഴിവുള്ള പിള്ളേരെ വീട്ടിൽ അടിയിൽ കൊണ്ട് ഒരു നെഗറ്റീവ് കമന്റ് അങ്ങോട്ട് ഇടും. എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മലയാള സിനിമയെ വലിച്ചു കയറുക എന്നുള്ള. പിന്നെ കുറെ സെലിബ്രിറ്റീസ് അവരൊക്കെ എന്റെ കണ്ടുപിടിച്ചെടുത്ത് മുഖത്തിച്ചിരി കാരി വാരി തേച്ച് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. ഇങ്ങനൊക്കെ കാണിച്ച അവര് നിങ്ങളെ തെറി വിളിക്കൂലേ? തെറി വിളിക്കും. ആ തെറിവിളി എന്റെ വളർച്ചയുടെ വളവാക്കും ഞാൻ. ഇതെന്തോന്നൊക്കെയാ ചേട്ടാ കാണിക്കുന്നേ? എന്തൊക്കെയാ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്യുന്നവനാണ് ഈ ഞാൻ. എനിക്ക് ആരെ ആക്ഷേപിക്കാൻ ഒരു പേടിയില്ല. ഇതൊക്കെ നമുക്ക് കുടുംബത്തിൽ പറഞ്ഞവർക്ക് ചേർന്നതല്ല. കുടുംബത്തിൽ പറഞ്ഞവർ അത് ചെയ്യില്ല, പക്ഷെ ഞാൻ ഈ രാത്രി നമ്മൾ ഇതൊക്കെ പറഞ്ഞോണ്ടാണോ നിക്കേണ്ടത്? നമ്മുടെ ആദ്യരാത്രിയല്ലേ മോളുസ്? മൂടുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ചേന ചേമ്പ് കാച്ചില്. എന്തിന്? ഒന്ന് പുഴുത നോക്കണം ചേട്ടാ, നല്ല മൂടാ. അപ്പൊ എന്റെ ഗുളിക ഇവൾക്കും കഴിക്കാം. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? പറയാലോ. നമ്മുടെ വിവാഹത്തിന് മുൻപേ മോള് കൊളാബ് ചെയ്തിട്ടുണ്ടോ? എന്താ കൊളാബ് ചെയ്തിട്ടുണ്ടോ? ശ്രീയേട്ടാ, മോളൂസിന് ശരിക്കും എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? പറയട്ടെ. മരിക്കുന്നത് വരെ ചെറുപ്പമായിരിക്കണോന്നാ. പക്ഷെ ഇനി അത് സാധിക്കില്ല. കാരണം അങ്ങനെ ചെയ്യണമെങ്കിൽ ചെറുപ്പത്തിലേ മരിക്കണമായിരുന്നു. അല്ല, ശ്രീയേട്ടൻ എന്തേലും ആഗ്രഹമുണ്ടോ? ഈ കേരളത്തിൽ എത്രത്തോളം ആളുകൾ ഉണ്ടാവും? ഒരു 3-3.5 കോടി കാണും. ആ 3.5 കോടി ആളുകളുടെയും വായിൽ നിന്ന് ചെവി പൊളിക്കണ തെറി കേൾക്കണം. നല്ല അതോടൊപ്പം തന്നെ എനിക്ക് വേറൊരു ആഗ്രഹമുണ്ട്. പ്രധാനമന്ത്രിയെ ഒന്ന് വിമർശിക്കണം. അതാവുമ്പോ 149 കോടി ആളുകളുടെ വായിൽ നിന്ന് കേൾക്കാലോ. എന്റെ ദൈവമേ, ഞാൻ പിന്നെ 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 ഇത് കഞ്ചാവല്ല, MDMA കൂർക്ക മരുന്നുണ്ടാക്കി കഴിച്ചിട്ടിരിക്കും ഇവര്. എന്തൊക്കെ പറഞ്ഞാലും നാളെ ഞാൻ വൈറലാവും. അതെങ്ങനെയാ? ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ആരും ചെയ്യാത്ത ഒരു വെറൈറ്റി കണ്ടന്റ് അങ്ങോട്ട് ചെയ്യും. അതേത് കണ്ടന്റ്? നമ്മുടെ ആദ്യ രാത്രിയുടെ റിവ്യൂ. നിങ്ങൾ എന്താന്നൊക്കെ മനുഷ്യ പറയുന്നേ? ആദ്യ രാത്രിയുടെ റിവ്യൂ. കണ്ട പെണ്ണുങ്ങൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വരുന്നത് അറിഞ്ഞോണ്ട് നിങ്ങൾക്ക് മൊബൈൽ എടുത്ത് ഒളിപ്പിച്ച് വെക്കാനല്ലേ? നീ അങ്ങനാണോ അതിനെ കരുതിയേക്കുന്നത്? നീ അങ്ങനാണോ വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിച്ചു. പെട്ടല്ല ദൈവമേ, പെട്ടെന്നൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കാതെ തന്നെ ഇങ്ങനെ. നിങ്ങൾ എനിക്ക് എന്തെങ്കിലും മേടിച്ചു തന്നിട്ട്, എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിച്ചു തന്നിട്ട്. ഒരു കാര്യം ചെയ്യും. ഇന്ന് മുതൽ നിനക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ മേടിച്ചു തരും. എന്തോന്ന്? നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുല്ലപ്പൂ ഇന്ന് മുതൽ ഞാൻ കൊണ്ടുവരും. എനിക്ക് നിങ്ങൾ മുല്ലപ്പൂ വേണ്ട. ഇപ്പൊ ഒരു ഇഷ്ടക്കുറവ്. ആ പൂക്കാരി വാസത്തി എന്നെ വിളിച്ചായിരുന്നു. അവള് പൂക്കച്ചവടം നിർത്തി. ഇനി അതിന്റെ പേരും പറഞ്ഞ് അവിടെ കിടന്ന് കറങ്ങരുതെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. പെട്ടല്ലേ, പെട്ടെന്നൊക്കെ ഒരു കച്ചവടം നിർത്തിയാൽ വരുമാനം ഇല്ലാതായിപ്പോ. നിങ്ങൾക്ക് കണ്ട പെണ്ണുങ്ങൾക്ക് സാരി മേടിച്ചു കൊടുക്കാൻ അറിയാം, കണ്ട പെണ്ണുങ്ങൾക്ക് ആഭരണം മേടിച്ചു കൊടുക്കാൻ അറിയാം. ഞാനൊരു ഭാര്യയല്ലേ? ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നതല്ലേ? നിങ്ങളോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അത്രയ്ക്ക് ദുഷ്ടയാണോ ഞാൻ? പറ, അത്രയ്ക്ക് ദുഷ്ടയാണോ? അത്രയ്ക്ക് ദുഷ്ടയാണോ? പിന്നല്ലി നീ ഇങ്ങനെ
ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞ പിന്നെ ഞാൻ ചെയ്യട്ടെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല ശരബിന്ദു ആയാലും കുഴപ്പമില്ല. അപ്പൊ ശരബിന്ദു എന്ന് പറഞ്ഞ പറഞ്ഞാലാ കുഴപ്പം, പറയായിരുന്നു നോക്കിയേ, ഒരു കുഴപ്പമില്ല. മത്സമാഷേ, എനിക്ക് ചില ആലോചനകൾ വരുന്നുണ്ട്. പുതിയ പാട്ടിനുള്ള ആലോചനയായിരിക്കും. അല്ല, കല്യാണാലോചന. കല്യാണാലോചനയോ? ട്യൂട്ടോറിയൽ കോളേജ് പഠിക്കുന്ന പെങ്കുച്ചിന് കല്യാണാലോചന? അമ്മ എപ്പോഴും പറയും. അമ്മയോട് പോകാൻ പറ. അമ്മയെ പോകാൻ പറയാന്നോ? അമ്മയെ പോകാൻ പറയാനല്ല, അമ്മയോട് പോകാൻ പറ. അല്ല അമ്മ എന്തോ പറഞ്ഞു? അനിയനാ മിടുക്കനെന്ന്. അതെന്താ അനിയൻ എടുക്കാന്ന് പറഞ്ഞു? അവൻ 2ാം വർഷം ബികോം പഠിക്കുകയല്ലേ. 2ാം വർഷം? അപ്പൊ മീനൂട്ടി അല്ലേ മിടുക്കി? അതെങ്ങനാ? മീനൂട്ടി ഇവിടെ ഈ ട്യൂട്ടോറിയൽ കോളേജില് 10ാം ക്ലാസ്സിൽ 5ാം വർഷമാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ് ജയിച്ചാ കെട്ടിച്ചു വിടാൻ അച്ഛൻ പറഞ്ഞേക്കുന്നത്. ജയിച്ചാലല്ലേ കെട്ടിച്ചു വിടൂ.